ഒരു രാജ്യത്തിൻ്റെ നിയമ സംവിധാനം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അനുസൃതമായിരിക്കണം, ജനഹിതം അനുസരിച്ചായിരിക്കണം എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ സാധാരണക്കാരായ പല വ്യക്തികൾക്കും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമൊക്കെ നിരവധി ഘടകങ്ങളും നിരവധി ആർട്ടിക്കിളുകളും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട് എന്നാണ് നിയമ വിദഗ്ധർ, ഭരണഘടനാ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. കശ്മീരിൻ്റെ സ്വതന്ത്രാവകാശം റദ്ദാക്കി പ്രത്യേകമായി അതിൻ്റെ പ്രത്യേകമായ ആർട്ടിക്കിളുകൾ എടുത്തു കളയുകയും കശ്മീരിനെ ഇന്ത്യയുടെ തന്നെ ഭാഗമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തത് വലിയ ചരിത്ര സംഭവമായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി കേന്ദ്ര ഗവൺമെൻറ്, മോദി സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു. അത് ആർട്ടിക്കിൾ 30ൻ്റെ റദ്ദാക്കലാണ്. എന്താണ് ആർട്ടിക്കിൾ 30 എന്ന് നമുക്ക് പുറത്തു നോക്കുമ്പോൾ അതായത് സാധാരണക്കാരായ ആളുകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, പാവപ്പെട്ടവർക്കൊക്കെ ഗുണകരമായ, അവർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 30 എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിലൂടെ ഒരു ഹിന്ദു വിരുദ്ധത, ഹൈന്ദവ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ, തകർക്കാൻ ഒക്കെയുള്ള ചില പോയിന്റുകൾ അതിലുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നതാണ്. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഒരു ആർട്ടിക്കിളിലെ ഈ ക്ലോസുകളെയും അതിൻ്റെ പ്രത്യേകമായ അമെൻമെൻറ്റുകളെയും ഒക്കെ തന്നെ എതിർത്തു. പക്ഷേ നെഹ്റുവിന് അത് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ വളരെ കുറച്ച് കാലത്തിന് ശേഷം സർദാർ പട്ടേൽ മരിച്ചു പോവുകയും ഉടൻ തന്നെ നെഹ്റു ഈ ഒരു ആർട്ടിക്കിൾ 30 ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതുവഴി ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവർക്ക്, ഹൈന്ദവ സംവിധാനങ്ങൾക്ക്, ഹൈന്ദവ സംഘടനകൾക്ക് ഒക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിൽ, അതായത് ഭഗവത്ഗീത പോലുള്ള സംവിധാനങ്ങൾ ക്ലാസ്സുകളിൽ, സ്കൂളുകളിൽ സിലബസിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്നതിനെ എതിർക്കുന്നു. അതുപോലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഹൈന്ദവ ആരാധനാലയങ്ങളുടെ സ്വത്തിലെ ഒരു ഭാഗം സർക്കാരിലേക്ക് വന്നു ചേരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പലയിടത്തും ക്രമീകരിക്കപ്പെടുന്നു. കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. അതുപോലെ മറ്റ് പല ആരാധനാലയങ്ങളിലും അത്തരത്തിൽ ഉള്ള ചില ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ, സിഖ് വിഭാഗത്തിൻ്റെയൊക്കെ തന്നെ ഇത്തരം ആരാധനാ സ്വാതന്ത്ര്യത്തിന് പ്രത്യേകമായ അനുമതി കൊടുത്തുകൊണ്ട്, അവർക്ക് അവരുടേതായ രീതിയിൽ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇപ്പോൾ ആർട്ടിക്കിൾ 30നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്നാലും ഈ ആർട്ടിക്കിൾ ഒരു ഭൂരിപക്ഷ വിരുദ്ധ സംവിധാനമായി മാറുന്നു, അല്ലെങ്കിൽ ആർട്ടിക്കിളായി മാറുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലാണ് ചില സൂചനകൾ വരുന്നത്. തീർച്ചയായിട്ടും പാർലമെൻറ്റിൻ്റെയും മറ്റും അംഗീകാരം വേണം. അതുമായി ബന്ധപ്പെട്ട നിയമ വിദഗ്ധരും ഭരണഘടനാ വിദഗ്ധരുമായി ചർച്ചകൾ വേണം. നമുക്ക് നിയമങ്ങൾ കൊണ്ടുവരുന്നത് പോലെ രണ്ടും രണ്ട് രീതിയാണ്. ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിൻ്റേതായ ചില സാങ്കേതിക വശങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം അത് ഇത്രയും നാൾ വൈകിയത്. ഈ 10 കൊല്ലം ഭരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇതിപ്പോൾ മാറ്റാത്തത്, അല്ലെങ്കിൽ ഇനി മാറ്റാൻ നോക്കുന്നത്, നേരത്തെ മാറ്റിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവരോടുകൂടി പറയുകയാണ്. അതിൻ്റേതായ ചില സാങ്കേതികമായ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് മാത്രമേ അത് മാറ്റാൻ, ആർട്ടിക്കിൾ ഒക്കെ തന്നെ എടുത്തു കളയാനോ അല്ലെങ്കിൽ അത് ഭേദഗതി ചെയ്യാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ നിയമവശങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുപോലെ ഏക സിവിൽ കോഡ്, ജനസംഖ്യാ നിയന്ത്രണ ബില്ല്, നേരത്തെ ഉണ്ടായിരുന്ന, നേരത്തെ ഒരുപാട് ചർച്ച ചെയ്യുകയും വിവാദമാവുകയും ഒക്കെ ചെയ്ത സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതൊക്കെ നിയമങ്ങളായിരുന്നു. ഇത് നിയമമല്ല, ഇതൊരു തരം ആർട്ടിക്കിളാണ്, പ്രത്യേകമായ ആനുകൂല്യ ഘടകങ്ങൾ നൽകുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ഉടൻ തന്നെ ആർട്ടിക്കിൾ 30 എടുത്തു മാറ്റാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ ആരംഭിക്കും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് കേട്ടോ. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയതായിട്ടാണ് ചില ദേശീയ മാധ്യമങ്ങളും ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നത്. എന്തായാലും രാജ്യത്തെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ നിയമം ബാധകമാകുന്ന തരത്തിൽ, ആരാധനാ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം ഒക്കെ ബാധകമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക തന്നെ ചെയ്യും. അതിനുവേണ്ട നടപടികളാണ് കേന്ദ്ര സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്.